സെക്കൻഡ് സെമസ്റ്ററിലെ അസസ്മെൻറ്റ് ഫോർ ലേണിങ്ങിലെ സെക്കൻഡ് ചാപ്റ്ററാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ഇൻ ക്ലാസ് റൂം എന്ന് പറയുന്നത്. സോ ഒരു ക്ലാസ് റൂമിലെ അസസ്മെൻറ്റ് എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് അസസ്മെൻറ്റ്, എന്താണ് ഇവാലുവേഷൻ, എന്താണ് മെഷർമെൻറ്റ്, അതെന്തിനൊക്കെയാണ്, അതിൻ്റെ പർപ്പസ്, ഫങ്ഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ഒരു ക്ലാസ് റൂമിലെ അസസ്മെൻറ്റ് അതിലെന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിൻ്റെ പർപ്പസ് എന്താണ്, അവിടെ നമ്മൾ ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യണം, ഇതൊക്കെയാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ഇൻ ക്ലാസ് റൂം എന്നുള്ള സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ക്ലാസ് റൂം അസസ്മെൻറ്റ് ഒരു കുട്ടിയുടെ അച്ചീവ്മെൻറ്റ്സ് മനസ്സിലാക്കാനും കുട്ടിയുടെ ലേണിംഗ് പ്രോഗ്രസ് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ നീഡ്സ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, കുട്ടിയുടെ ലേണിംഗ് ഇവാലുവേറ്റ് ചെയ്യാൻ, ഇതൊക്കെ ഒരു ക്ലാസ് റൂം അസസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ഇമ്പോർട്ടൻറ്റ് റോള് ഒരു ക്ലാസ് റൂം അസസ്മെൻറ്റ് വഹിക്കുന്നുണ്ട്. അതായത് കുട്ടിയുടെ ലേണിംഗ് നീഡ്സ് മനസ്സിലാക്കാം, ലേണിംഗ് പ്രോഗ്രസ് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കുട്ടികളിൽ നിന്ന് എവിഡൻസ് ഗ്യാദർ ചെയ്യാൻ പറ്റും, ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ കുട്ടികൾക്ക് എത്രത്തോളം ഒരു ചാപ്റ്റർ മനസ്സിലായി, ഒരു ടോപ്പിക്ക് മനസ്സിലായി എന്നുള്ള കാര്യങ്ങളും ആ ഇൻഫർമേഷൻസും കുട്ടികളുടെ അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ നമുക്ക് ഒരു അസസ്മെൻറ്റ് ത്രൂ നമുക്കൊരു ക്ലാസ് റൂമിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിന് പ്രോപ്പർ ഇവാലുവേഷൻ കാര്യങ്ങൾ കൊടുത്ത് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ അത് കുട്ടികളുടെ ലേണിംഗ് പ്രോഗ്രസ്സിനെയും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ബെറ്ററായിട്ട് പഠിക്കാനും അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റഡി കാര്യങ്ങളെ കീപ്പ് ചെയ്ത് പോകാനും ഒക്കെ കുട്ടികളെ അതൊരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു കുട്ടികളെ അസസ്മെൻറ്റിന് ശേഷം ഇവാലുവേറ്റ് ചെയ്യണം അല്ലേ. സോ അപ്പം ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതോടുകൂടി ഇപ്പം ആസ് എ ടീച്ചർ നമ്മുടെ ഒരു ടീച്ചിങ് മെത്തേഡ് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് നമ്മളൊരു ഇവാലുവേഷൻ പ്രോസസ്സ് കൊടുക്കണം. അതായത് ടീച്ചേഴ്സിൻ്റെ ടീച്ചിങ്ങിനെ കുറിച്ച് ഇവാലുവേഷൻ കുട്ടികൾക്ക് നമ്മളിപ്പോൾ റേറ്റിംഗ് സ്കെയിൽ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈക്ക് റേറ്റിംഗ് സ്കെയിൽ അതുപോലെയൊക്കെയുള്ള മെത്തേഡ്സ് വെച്ച് നമ്മൾ കുട്ടികൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. ലൈക്ക് ടീച്ചേഴ്സിൻ്റെ ക്ലാസ് എഫക്റ്റീവ് ആണോ, അവർ ടീച്ചിങ് ലേണിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ എത്രത്തോളം ആക്റ്റീവായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, അതിലെത്രത്തോളം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ടീച്ചിങ് ലേണിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് അതിനൊക്കെ ഓരോ രീതിയിൽ കുട്ടികൾക്ക് മാർക്സ് കൊടുക്കാൻ പറ്റും. അതായത് നമ്മൾ 1 2 3 4 5 എന്നുള്ള 5 ഓപ്ഷൻസ് കൊടുക്കുക. സോ അത് ബേസ് ചെയ്തിട്ട് ഈസി ആയിട്ട് കുട്ടികൾക്ക് റെയർലി, വൺസ് ഇൻ എ വൈൽ, സം ടൈംസ്, മോസ്റ്റ് ഓഫ് ദ ടൈം, ഓൾമോസ്റ്റ് ഓൾവേസ് എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് മാർക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം അത് വെച്ചിട്ട് ടീച്ചേഴ്സിൻ്റെ ടീച്ചിങ് എത്രത്തോളം ഉണ്ട്, അത് കുട്ടികൾക്ക് എത്രത്തോളം ഹെൽപ്ഫുള്ളാണ്, അതുപോലെ തന്നെ ടീച്ചേഴ്സ് അത് എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഏത് മേഖലയിലാണ് ടീച്ചർ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും ഈ ഒരു സ്റ്റുഡൻറ്റ് ഇവാലുവേഷന് ടീച്ചേഴ്സിന് മനസ്സിലാവും. അപ്പോൾ അതും ടീച്ചേഴ്സിനും ഹെൽപ്ഫുള്ളാണ്. ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനൊക്കെ അത് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പം അസസ്മെൻറ്റ് പ്രാക്ടീസസിന് ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ടെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ. അപ്പോൾ അതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷനായിട്ട് ഈ ചാപ്റ്ററിലും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ അപ്പോൾ അത് ഒന്നും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്ന തന്നെ എഴുതിയാൽ മതി. പക്ഷേ നമ്മളിപ്പം വേരിയസ് യൂസസ് ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച അതേ യൂസസ് തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിലും പറയാനുള്ളത് കേട്ടോ. അതായത് ജസ്റ്റ് കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുട്ടികളുടെ സ്ട്രെങ്ത് വീക്ക്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കുട്ടികൾക്ക് മോർ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഓരോ രീതിയിൽ അവരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അസസ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അസസ്മെൻറ്റ് ഇൻ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചാണ്. സോ ഒരു കൺസ്ട്രക്റ്റിവിസം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു തിയറി ബേസ്ഡ് ഒബ്സർവേഷനും അതുപോലെ തന്നെ സയൻറ്റിഫിക് സ്റ്റഡിയാണ്. അതായത് എങ്ങനെയാണ് സ്റ്റുഡൻസ് പഠിക്കുന്നത്, അവർ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഇതിനെക്കുറിച്ചൊക്കെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒബ്സർവേഷനും അതുപോലെ തന്നെ സയൻറ്റിഫിക് സ്റ്റഡിയാണ് കൺസ്ട്രക്റ്റിവിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അപ്പം കുട്ടികളുടെ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ട്, അവരെത്രത്തോളം അവരുടെ ലേണിങ്ങിൽ പ്രോഗ്രസ് കാണിക്കുന്നു, ഇതൊക്കെയാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിൽ നമ്മൾ അസസ് ചെയ്യേണ്ടത്. സോ അപ്പോൾ അതിന് നമുക്ക് ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ്, ഒരു ലേണിംഗ് എന്ന് വെച്ചാൽ ഒരു സൈക്ലിക് പ്രോസസ്സാണല്ലേ. ഇപ്പം ഇത് കഴിഞ്ഞാൽ അത് എൻഡ് ചെയ്യുന്നു, അങ്ങനെയല്ല, ഒരു ലൈഫ് ലോങ് ഉള്ള പ്രോസസ്സാണ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സായിട്ട് വന്നുകൊണ്ടേയിരിക്കും. സോ അതുപോലെ തന്നെ അസസ്മെൻറ്റും ഇപ്പം ഒരു ലേണിംഗ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ അസസ്മെൻറ്റും ഒരു നോൺ എൻഡിങ് ആക്ടിവിറ്റിയാണ്. സോ എത്രത്തോളം ടൈം ലേണിംഗ് ഉണ്ടോ അത്രത്തോളം അസസ്മെൻറ്റും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ആ രീതിയിൽ എന്ത് ചെയ്യണം, കുട്ടികളെ
അസസ് ചെയ്യണം. അപ്പം അസസ്മെൻറ്റോട് ഉദ്ദേശിക്കുന്നത് അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അസസ് ചെയ്യുക അങ്ങനെയല്ല. കുട്ടികളുടെ ലേണിംഗ് പ്രോസസ്സ്, അതുപോലെ തന്നെ അവർക്ക് ഈ ഫീഡ്ബാക്ക് കൊടുക്കാൻ, സോ അതിനൊക്കെ കുട്ടികളുടെ ലേണിംഗ് പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ അസസ്മെൻറ്റ് എന്നുള്ള ഒരു കാര്യം ചെയ്യേണ്ടത്. സോ അപ്പോൾ അസസ്മെൻറ്റിനെ നമുക്ക് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് കൺസിഡർ ചെയ്യാം. ലേണിംഗ് ഒരു സൈക്ലിക്കൽ പ്രോസസ്സാണെങ്കിൽ അസസ്മെൻറ്റും എന്താണ്, ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൂൾസ് ആൻഡ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ കൺസ്ട്രക്റ്റിവിസ്റ്റ് അസസ്മെൻ്റ് ആണ്. ഈ ഒരു കൺസ്ട്രക്റ്റീവ് അസസ്മെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. അപ്പോൾ നമുക്കിതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു തിയറി ബേസ്ഡ് ആയിട്ടുള്ള സയൻറ്റിഫിക്കൽ സ്റ്റഡി കാര്യങ്ങളൊക്കെയാണല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെർബൽ ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കൺസ്ട്രക്റ്റീവ് അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. വെർബൽ ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ നമുക്ക് ഇൻ്റർവ്യൂസ്, ഡിബേറ്റ്സ്, നോളേജ് ടെല്ലിംഗ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻസ്, ഡ്രാമറ്റൈസേഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെർബൽ ഡിസ്കഷനിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികളുടെ ഫിസിക്കലി മെൻ്റലി ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിൽ നമ്മൾ അസസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫിസിക്കലി മെൻ്റലി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഓൾ അസസ്മെൻറ്റ് അതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതായത് കുട്ടികളെ നമ്മൾ ഫിസിക്കലി മെൻ്റലി ടോട്ടലി ഒരു കുട്ടിയെ അസസ് ചെയ്യുന്നതാണ് ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് അസസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ടോട്ടലി ഒരു കുട്ടിയെ അസസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. അതായത് വെറുതെ ഇപ്പോൾ ഒരു ടീച്ചർ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നു, അതിലൂടെ മാത്രം അസസ് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു 100% അല്ലെങ്കിൽ അത്രയും ക്ലിയർ ആയിട്ടുള്ള അസസ്മെൻറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ലൈക്ക് പോർട്ട്ഫോളിയോസ്, ചെക്ക് ലിസ്റ്റ്, ഇൻവെസ്റ്റിഗേറ്റീവ് പ്രൊജക്ട്സ്, പേപ്പർ പെൻസിൽ ടെസ്റ്റ്, പെർഫോമൻസ് ടാസ്ക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതായത് ഡിഫറെൻറ്റ് അസസ്മെൻറ്റ് ടൂൾസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഒരു കൺസ്ട്രക്റ്റീവ് അസസ്മെൻറ്റിൽ ടീച്ചേഴ്സിന് ഒരുപാട് റോളുണ്ട്. മെയിനായിട്ടുള്ള റോളെന്ന് വെച്ചാൽ കുട്ടികളുടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം. അതായത് ഓരോ കുട്ടിയും യൂണീക്കാണല്ലോ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, കുട്ടികൾ അവരെ അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ കപ്പാസിറ്റി ഇത്രത്തോളമാണ്, എനിക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ ഇത്രത്തോളമൊക്കെ എത്താൻ പറ്റുമെന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക, അവരെ എൻകറേജ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ടീച്ചേഴ്സ് കുട്ടികളായിട്ട് ഇൻറ്ററാക്ട് ചെയ്യണം. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. ഫിസിക്കലി മെൻ്റലി അവരെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ കൊഗ്നിറ്റീവ് സ്കിൽ, അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അതുപോലത്തെ ടാസ്ക് കൊടുക്കുക. ഇപ്പോൾ ഒരു തിയറി എക്സാമിലാണെങ്കിൽ കൂടെ ക്ലാസിഫൈ, അനലൈസ്, പ്രെഡിക്റ്റ്, ക്രിയേറ്റ് എന്നുള്ള പോലെയുള്ള അവരുടെ കൊഗ്നിറ്റീവ് തിങ്കിങ് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ വാട്ട് ഈസ്, വിച്ച് ഈസ്, വൈ അങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പോലെ വരും അല്ലേ. പക്ഷേ ഈ രീതിയിൽ ക്ലാസിഫൈ, അനലൈസ്, പ്രെഡിക്റ്റ്, ക്രിയേറ്റ് ഇങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് കുറച്ചുകൂടി അവർ ഓൾറെഡി പഠിച്ച നോളേജ് എന്ന് അവരുടെയും കൂടെ ഒരു ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിലുണ്ടാവുക. അപ്പോൾ കുറച്ചുകൂടി അവരുടെ തിങ്കിങ് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിൽ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, കുട്ടികൾക്ക് കുറച്ചുകൂടി അവരുടെ ഓൺ ക്രിയേറ്റിവിറ്റി കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കൊടുക്കുക. അവരെ കുറച്ചുകൂടി നല്ല രീതിയിൽ എൻകറേജ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു റോൾ ഓഫ് ടീച്ചറാണ്. കൺസ്ട്രക്റ്റിവിസ്റ്റ് അസസ്മെൻറ്റിൽ റോൾ ഓഫ് ടീച്ചറിൽ നമുക്കിതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ക്ലാസ് റൂമിൽ നമ്മളിപ്പോൾ ഒരു ഫോർമേറ്റീവ് അസസ്മെൻറ്റ് രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ആസ് എ കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചർ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ടൈം കൊടുക്കണം. അപ്പോൾ നമ്മളൊരു കുട്ടിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചോ, കുട്ടി കിട്ടില്ല ഉടനെ മറ്റു കുട്ടി, അങ്ങനെയല്ല. നമ്മൾ ഈ കുട്ടിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം കുട്ടിക്ക് ആലോചിക്കാനുള്ള ടൈം കൊടുക്കാം. അതുപോലെ തന്നെ അവർക്ക് എൻകറേജ്മെൻറ്റ് കൊടുക്കുക, ആൻസർ പറയാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ അതായത് കുട്ടികൾക്ക് തോന്നണം അവരെ വാല്യൂ ചെയ്യപ്പെടുന്നുണ്ട്, അവർക്കൊരു സ്പേസ് ഉണ്ടെന്ന് തോന്നണം. നമ്മൾ വെറുതെ നെക്സ്റ്റ് അടിച്ച് പോവാതെ കുട്ടികൾക്ക് കുറച്ച് ടൈം കൊടുക്കുക, അവരെ കൊണ്ട് ആൻസർ പറയിപ്പിക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഒരു ടീച്ചർ സ്റ്റുഡൻസ് റിലേഷൻ കാര്യങ്ങളൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പുതിയ ടോപ്പിക്സ് കൊണ്ടുവന്നിട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടും കുട്ടികളിലുള്ള ഒരു നാച്ചുറൽ ക്യൂരിയോസിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, അത് നർച്ചർ ചെയ്തെടുക്കാനും ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ ആസ് എ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം അല്ലെങ്കിൽ ആസ് എ കൺസ്ട്രക്റ്റിവിസ്റ്റ് അസസ്മെൻറ്റ് ടീച്ചർ നമ്മൾ ചെയ്യേണ്ട റോൾ ഓഫ് ടീച്ചേഴ്സാണ് കേട്ടോ. ദെൻ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ CCE എന്നാണ് അതിനെ ഷോർട്ടാക്കിയിട്ട് പറയാം. പലപ്പോഴും എക്സാമിന് എസ്സേക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷനെ കുറിച്ച് എഴുതാൻ പറയാനുള്ളത്. CCE എന്നാണ് അതിൻ്റെ ഷോർട്ടായിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു CCE മെത്തേഡ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനാണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്.
നിലവിൽ 1 to അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു CCE മെത്തേഡ് ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ കുട്ടികളെ ത്രൂ ഔട്ട് ദ ഇയർ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു CCE മെത്തേഡ് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സോ അപ്പോൾ എന്താണ്, കുട്ടികൾ കണ്ടിന്യൂസ്ലി കുട്ടികൾക്ക് എക്സാം പ്രൊവൈഡ് ചെയ്യുക, കണ്ടിന്യൂസ്ലി കുട്ടികളെ അസസ് ചെയ്യുക, കണ്ടിന്യൂസ്ലി ഇവാലുവേറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു ത്രൂ ഔട്ട് ദ ഇയർ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുട്ടികളുടെ എക്സാം സ്ട്രെസ്സ് കുറയ്ക്കുക, കുട്ടികളുടെ ബോർഡ് എക്സാമിൻ്റെ പ്രഷർ കുറയ്ക്കുക. ഈ ഒരു തോട്ടിലൊക്കെയാണ് ഒരു CCE മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു മെമ്മറൈസേഷൻ ലേണിംഗ് ഉണ്ടല്ലോ, റോട്ട് ലേണിംഗ് എന്ന് പറയും. വെറുതെ ബൈ ഹാർട്ട് ചെയ്യുന്ന സ്റ്റഡീസ് കുറയ്ക്കുക, കുട്ടികൾ മനസ്സിലാക്കി പഠിക്കണം. അതുപോലെ തന്നെ റെഗുലർലി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുട്ടികളിലുള്ള എക്സാം സ്ട്രെസ്സ് കാര്യങ്ങൾ കുറയ്ക്കുക, കുട്ടികൾ ഡെയിലി സ്റ്റഡി എന്നുള്ളൊരു മെത്തേഡിലേക്ക് എത്തണം. ഇങ്ങനത്തെയൊക്കെ തോട്ട്സ് ഈ ഒരു CCE മെത്തേഡിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കോ-കരിക്കുലർ ആക്ടിവിറ്റീസും കൂടെ ഇവാലുവേറ്റ് ചെയ്യണം. സോ അപ്പോൾ ഇതൊക്കെയാണ് CCE മെത്തേഡിൻ്റെ ഭാഗമായിട്ട് മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ CCE മെത്തേഡിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എഫക്റ്റീവ് ടീച്ചിങ് സ്ട്രാറ്റജീസ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ലേണിംഗ് മെത്തേഡ്സ് കൊടുക്കുമ്പോൾ അഫ്കോഴ്സ് അവരുടെ ടീച്ചിങ് മെത്തേഡ്സും ചേഞ്ച് ചെയ്യണം അല്ലേ. നല്ല രീതിയിൽ നമുക്ക് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ ഓർഗനൈസ് ചെയ്യാനും അതുപോലെ തന്നെ കുട്ടികളുടെ കൊളാസ്റ്റിക് ആൻഡ് കോ-കൊളാസ്റ്റിക് ഏരിയാസ്, അതായത് കോ-കരിക്കുലർ ആക്ടിവിറ്റീസ് അസസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു CCE മെത്തേഡ് വെച്ചിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ സ്ട്രെങ്ത് വീക്ക്നെസ് കണ്ടുപിടിക്കാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്ക് കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ അതനുസരിച്ചിട്ട് ആർക്ക് റീടീച്ചിങ് വേണം, ആർക്ക് റെമഡിയൽ ടീച്ചിങ് വേണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനും അതനുസരിച്ചിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ ഒരു CCE മെത്തേഡ് ത്രൂ കഴിയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ CCE മെത്തേഡ് വെച്ച് നമ്മൾ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ പലരും ചെയ്യുന്നതാണ് അല്ലേ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഒരു 10th ശേഷം ഒരു +1 ഏത് ബ്രാഞ്ച് എടുക്കണം അല്ലെങ്കിൽ ആ ഒരു ഫ്യൂച്ചർ കൺഫ്യൂഷനുള്ള കുട്ടികൾ ചെയ്യുന്നൊരു ടെസ്റ്റാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് അവരുടെ ഇൻട്രസ്റ്റ് ഏത് മേഖലയിലാണ്, അപ്പോൾ അവർ ഏത് രീതിയിലുള്ള കോഴ്സാണ് എടുക്കേണ്ടതെന്നൊക്കെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വെച്ച് അവരുടെ ഇൻട്രസ്റ്റ് കാര്യങ്ങളും അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ഏത് സബ്ജക്റ്റിലാണ്, അവരുടെ ഇൻട്രസ്റ്റ് ഏരിയ ഏതാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ CCE മെത്തേഡ് വെച്ച് നമുക്ക് കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും ഒക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു CCE മെത്തേഡ് വെച്ച് ഒരു ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഫ്യൂച്ചറിൽ അതനുസരിച്ചിട്ടുള്ള ഡിസിഷൻ എടുക്കാനും അതിന് വേണ്ട ചോയ്സ് ആയിട്ടുള്ള സബ്ജക്ട്സ് എടുക്കാനും കോഴ്സസ് എടുക്കാനും കരിയർ ചൂസ് ചെയ്യാനൊക്കെ ഇതൊരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ കുട്ടികളുടെ കോ-കരിക്കുലർ ആക്ടിവിറ്റീസിലുള്ള ഇൻഫർമേഷൻസൊക്കെ CCE മെത്തേഡിലൂടെ കിട്ടുന്നതുകൊണ്ട് തന്നെ അവരുടെ ഫ്യൂച്ചറിന് അത് ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് അവരുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസിനെ കുറിച്ച് ടീച്ചേഴ്സിന് ടൈം ടു ടൈം പാരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും CCE മെത്തേഡ് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് യൂസസ് CCE മെത്തേഡ് കൊണ്ട് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് CCE മെത്തേഡ് അല്ലെങ്കിൽ CCE ഇവാലുവേഷനാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഈസി ആയിട്ട് എന്താണ്, നമുക്ക് റെഗുലർലി ഫീഡ്ബാക്ക് എടുക്കുന്നതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് സ്റ്റുഡൻസിനെ മനസ്സിലാക്കാനും അവർക്ക് കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുത്ത് അവരെ ലേണിങ്ങിൽ ഇമ്പ്രൂവ് ആക്കാനും ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ റെഗുലർ ഇൻ്റർവെല്ലിൽ എക്സാംസ് കാര്യങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റഡീസ് കുട്ടികളുടെ ഒരു ഹാബിറ്റിൻ്റെ ഭാഗമായിട്ട് റെഗുലർലി സ്റ്റഡി ചെയ്യാനുള്ള ഒരു കുട്ടികൾക്ക് ഹാബിറ്റ് ഫോർമേഷൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസും നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികളുടെ നീഡ്സ് കാര്യങ്ങൾ മനസ്സിലാക്കാനും അക്കാദമിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടോ, ലേണിംഗ് ഡിഫിക്കൽട്ടീസുള്ള കുട്ടികളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ CCE മെത്തേഡ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇതൊക്കെ നമുക്ക് CCE മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ യൂസസിലുള്ളത് തന്നെയാണ് നമുക്ക് അഡ്വാൻറ്റേജസിലും പറയാൻ പറ്റുന്നത്. മെയിനായിട്ടും കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് ഇൻട്രസ്റ്റ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി അവർക്ക് ഒരു ഫ്യൂച്ചറിലും കൂടെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ അവർക്ക് ഓരോ സബ്ജക്റ്റ് ചൂസ് ചെയ്യാനും അവരുടെ ഫ്യൂച്ചർ എന്താണ്, അവർക്ക് ഏത് മേഖലയിലാണ് താല്പര്യം എന്നൊക്കെ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് അതനുസരിച്ച് സബ്ജക്റ്റ് എടുത്ത് പഠിക്കാനൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. സോ അപ്പോൾ അതൊക്കെ CCE മെത്തേഡിൻ്റെ വളരെ വലിയൊരു അഡ്വാൻറ്റേജാണ്. പക്ഷേ നമ്മൾ ഇത്രയും അഡ്വാൻറ്റേജ് പറയുന്നുണ്ടെങ്കിലും ഒരുപാട് ഡിസഡ്വാൻറ്റേജസും CCE മെത്തേഡിനുണ്ട്. അതിൽ വരുന്ന മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് റെഗുലർ എക്സാം ഹാബിറ്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് കുട്ടികളുടെ എക്സാം സ്ട്രെസ്സ് മിനിമൈസ് ചെയ്യണം എന്നുള്ളതാണല്ലേ.
പക്ഷേ കുട്ടികൾക്ക് ഡെയിലി എക്സാം ആകുമ്പം സീരിയസ് എക്സാം, ഇപ്പോൾ ഒരു ആനുവൽ എക്സാം പോലെയുള്ള സീരിയസ് എക്സാമിന് പോലും കുട്ടികൾക്ക് ഒരു തീരെ ഒരു വിലയില്ലാത്ത പോലെ കുട്ടികൾ അപ്പിയർ ചെയ്യാൻ തുടങ്ങും. അതായത് കുട്ടികൾ അത്രത്തോളം എക്സാമിന് സ്ട്രെസ് ഇല്ല. കുട്ടികൾ ഡെയിലി എക്സാം ആയതുകൊണ്ട് ആ ഒരു എക്സാം എന്നുള്ള ആ ഒരു ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരു ആങ്ഷ്യസ് പാർട്ട് കുട്ടികളിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ സീരിയസ് എക്സാമിനെ പോലും ഒട്ടും സീരിയസ്നെസ് ഇല്ലാതെ കുട്ടികൾ അപ്പിയർ ചെയ്യാൻ തുടങ്ങിയാൽ അത് കുട്ടികളുടെ മാർക്സ് കാര്യങ്ങളെയൊക്കെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാം സ്ട്രെസ്സ് കുറയ്ക്കണം എന്നുള്ളത് കുട്ടികൾ തീരെ എക്സാം സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ, കുട്ടികൾ ഒരു സീരിയസ് അല്ലാത്ത രീതിയിൽ മെയിൻ എക്സാംസ് ഒക്കെ എഴുതാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ CCE മെത്തേഡ് ഓരോ സ്കൂളിലും ഓരോരോ ടീച്ചേഴ്സാണ് നടത്തുക. അപ്പോൾ ഓരോ സബ്ജക്റ്റ് ടീച്ചേഴ്സ് ആയിരിക്കും അവരുടെ സബ്ജക്ട്സിൻ്റെ CCE വാലുവേഷൻസ് ഒക്കെ നടത്തുന്നത്, അതായത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് വാലുവേഷൻസ് നടത്തുന്നത്. സോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റേറ്റിലെ മുഴുവൻ സ്കൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിലെ സ്കൂൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊരിക്കലും ഒരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല. ബിക്കോസ് ഓരോ ടീച്ചേഴ്സ് ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേറെ ആയിരിക്കും, അവർ ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡ് വേറെ ആയിരിക്കും. സോ ഒരു മാർക്കിംഗ് സ്കീമും അവരുടെ ആൻസർ കീസ് കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പറേ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു CCE മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് സ്കൂളിലെ കുട്ടികളെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല, ബിക്കോസ് അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല. ഓക്കെ. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ഒരു 10th വരെ നല്ല മാർക്കുള്ള കുട്ടികൾ +1 +2 അതുപോലെ പെർഫോം ചെയ്യാൻ പറ്റാതെ വരാറുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും CCE മെത്തേഡിൽ ഗ്രേഡിംഗ് സിസ്റ്റം ആണല്ലേ, പക്ഷേ അത് +1 +2 എത്തുമ്പോഴേക്ക് മാർക്കിംഗ് സിസ്റ്റം കൂടി അതിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് സിലബസിൽ വരുന്ന സമയത്ത് 10th വരെ ഗ്രേഡിംഗ് സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ നമ്മളവിടെ മാർക്ക് ആക്ച്വലി അറിയുന്നില്ല. അപ്പോൾ കുട്ടികളുടെ ഒരു എക്സാം സ്ട്രെസ്സ് കുറക്കാം, കുട്ടികൾക്ക് നല്ല ഗ്രേഡ് സ്കോർ ചെയ്യുന്ന പോലെയാണ് ഗ്രേഡിംഗ് സിസ്റ്റം ഉള്ളത്. പക്ഷേ അതൊരു +1 +2 എത്തുമ്പോൾ പെർസെൻറ്റേജ് വളരെ കുറയാനും 10th നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് ഇവിടെ ഫെയിൽ ആവുന്നത് കാണാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. സോ അപ്പോൾ ഇതും അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. അതുപോലെ നമ്മളിപ്പോൾ ഒരു കണ്ടിന്യൂസ്ലി കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുക, കണ്ടിന്യൂസ്ലി എക്സാം നടത്തുക, കുട്ടികൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കുക, മോണിറ്റർ ചെയ്യുക, ഇതൊക്കെ വളരെ ലെസ് ക്രൗഡഡ് ആയിട്ടുള്ള ക്ലാസ് റൂമൊക്കെ, ഒരു 20 ബിലോ കുട്ടികളൊക്കെ ഉള്ള ഒരു ക്ലാസ് റൂമൊക്കെ. പക്ഷേ ഇന്ന് നമ്മൾ സ്കൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ക്ലാസ്സിലും ഓൾമോസ്റ്റ് 30, 40, 50 കുട്ടികളുള്ള ക്ലാസ് റൂംസ് ആണല്ലേ. അതായത് അത്രയും ഒരു മാസീവ് കുട്ടികൾ ക്ലാസ് റൂമിലുണ്ട്. അപ്പം ഡെയിലി കുട്ടികൾ എക്സാം നടത്തി ഇത്രയും പേപ്പർ ഇവാലുവേറ്റ് ചെയ്യാം, ഒരു കുട്ടിക്ക് ഫീഡ്ബാക്ക് കൊടുക്കുക, ഒരു കുട്ടിയെ മോണിറ്റർ ചെയ്യുക, ഇതൊക്കെ പറയുമ്പോൾ ഒരു പീരീഡോട് ടീച്ചേഴ്സിന് ഒരിക്കലും ഇതെല്ലാം പോസിബിൾ ആവില്ല. അപ്പോൾ ഇങ്ങനെ അത് ചെയ്യുന്നതോട് കൂടിയിട്ട് അവരുടെ ഒരുപാട് ടൈം പോകും. അപ്പോൾ ഒരു റിയൽ ക്ലാസ് റൂം ടീച്ചിങ് നടത്തുന്ന ടീച്ചേഴ്സിന് ടൈം ഇല്ലാതെ വരും. അതായത് പോർഷൻസ് ഒക്കെ പെൻഡിങ് വരും, അപ്പം പിന്നെ അത് അടിച്ചു വിട്ട് തീർക്കേണ്ടി വരും. അപ്പോൾ കുട്ടികൾക്ക് എഫക്റ്റീവായിട്ടുള്ള നോളേജ് കിട്ടില്ല. സോ അപ്പോൾ ഒരു ഓവർ ക്രൗഡായിട്ടുള്ള ക്ലാസ്സിൽ ഈ ഒരു കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് വാലുവേഷൻ ഡെയിലി ബേസിസിൽ നടത്തുക എന്ന് വെച്ചാൽ പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. ഓക്കെ. ഒരു ലെസ് ക്രൗഡഡ്, ഒരു 20 കുട്ടികളോ അങ്ങനെ അതിന് ബിലോ ഉള്ള കുട്ടികളൊക്കെ ഉള്ള ക്ലാസ് റൂമിലാണെങ്കിൽ പിന്നെയും ഇത് പോസിബിൾ ആയേക്കാം. പക്ഷേ ഒരുപാട് കുട്ടികളുടെ ക്ലാസ്സിൽ ഡെയിലി ഓൺ ബേസിസിൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, ഇൻഡിവിജ്വലി ഫീഡ്ബാക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ ടീച്ചേഴ്സിന് അവിടെ പഠിപ്പിക്കാൻ ടൈം ഇല്ലാതെ പോകും. സോ അപ്പം പല ടീച്ചേഴ്സിനും ഈ ഒരു ഇവാലുവേഷൻ മെത്തേഡ് ഫോളോ ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല. സോ അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ CCE മെത്തേഡിൽ ടീച്ചേഴ്സ് എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ പീരിയോഡിക് ടെസ്റ്റ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികൾ എന്താണ് നമ്മൾ ഡെയിലി അവർക്ക് ഫീഡ്ബാക്ക് കാര്യങ്ങൾ കൊടുക്കുക, ഫ്രീക്വൻ്റ്ലി ടെസ്റ്റ് കാര്യങ്ങൾ നമ്മൾ കണ്ടക്ട് ചെയ്യണം. പക്ഷേ അങ്ങനെ കണ്ടക്ട് ചെയ്യുമ്പോഴും ഒരുപാട് ഹവേഴ്സ് വേസ്റ്റ് ആവുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഫുള്ളായിട്ട് ഒരു രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുന്ന പോലെയോ ഒന്നും ടെസ്റ്റ് നടത്താതിരിക്കുക. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, പീരിയോഡിക്കൽ ടെസ്റ്റ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യണം, പക്ഷേ ഒരുപാട് ഡേയ്സ് അതിന് വേണ്ടിയിട്ട് കളയാതിരിക്കുക. അതുപോലെ തന്നെ കുട്ടികളുടെ ഡിസിപ്ലിൻ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് അത് ഇവാലുവേഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, ഹോണസ്റ്റ്ലി ആയിട്ടും ട്രൂലി ആയിട്ടും ഈ അസസ്മെൻറ്റ് പ്രോസസ്സ് കാര്യങ്ങൾ കൊണ്ടുപോകുക. അതായത് അവിടെ ബയാസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നിലവിലുള്ള അസസ്മെൻറ്റ് സിസ്റ്റത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ പണ്ട് കാലത്താണെങ്കിൽ ട്രാൻസ്മിഷൻസ് മെത്തേഡായിരുന്നു, അതായത് ടീച്ചേഴ്സ് സെൻറ്റേർഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. കുട്ടികളെ പഠിപ്പിക്കുന്നു, കുട്ടികൾ അത് മാത്രം പഠിക്കുന്നു, അങ്ങനെയായിരുന്നു. അതിനുശേഷമാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിൽ കുട്ടികൾക്കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത മെത്തേഡ് വരുന്നത്. അപ്പം അതിലൊരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ അപ്പോൾ ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ആയപ്പോഴേക്കും അതിൽ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തു, ലൈക്ക് പ്രൊജക്റ്റ്, ഹോം അസൈൻമെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അത് ഏതൊക്കെയാണ്, അതിൻ്റെ ഓരോന്നിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ നമുക്കൊരു പീസ് ഓഫ് വർക്കോ അല്ലെങ്കിൽ പീസ് ഓഫ് ആക്ടിവിറ്റിയോ ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്യാം.
അപ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് ഒരു പർട്ടിക്കുലർ ടൈമിന് എന്തെങ്കിലും ഒരു ടോപ്പിക് കൊടുക്കും. ഒരു പർട്ടിക്കുലർ പേർപ്പസ് അച്ചീവ് ചെയ്യാണ്ട് എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് ഡാറ്റാസ് കളക്ട് ചെയ്യാനും അതിനെക്കുറിച്ച് എഴുതാനും അങ്ങനെയൊക്കെ പ്രൊജക്ട്സ് കൊടുക്കും. അപ്പോൾ ഇതെന്താണ്, ഒരു ലേണിംഗ് ബൈ ഡൂയിങ് മെത്തഡാണ്. കുട്ടികൾ തന്നെയാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്, കുട്ടികളാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്, കുട്ടികൾ തന്നെയാണ് പ്രൊജക്റ്റ് അവതരിപ്പിക്കേണ്ടത്. സോ ഇപ്പോൾ ഇത് ആക്ച്വലി ഒരു സ്റ്റുഡൻസ് സെൻറ്റേർഡ് ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു മെത്തേഡാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ സ്വയം അവർക്ക് കിട്ടിയ ടോപ്പിക്കിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ കുട്ടികൾക്കൊരു ഡീപ്പർ നോളേജ് കിട്ടാനും റിയൽ വേൾഡ് എന്തൊക്കെയാണ് നടക്കുന്നത് അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും ഒരു ആക്ടിവിറ്റി ലേണിംഗ്, അതായത് കുട്ടികൾക്കൊരു ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് കിട്ടാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് റിലേറ്റ് ചെയ്തിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്യണം, അവർ ഒരു ഡീപ്പ് നോളേജ് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കിട്ടും. അപ്പോൾ ഇവിടെ ടീച്ചേഴ്സ് ഒരു ഫെസിലിറ്റേറ്ററെ പോലെയാണ് ആക്ട് ചെയ്യേണ്ടത്. കുട്ടികളെ ഗൈഡ് ചെയ്യുക, അവരുടെ കൂടെ വർക്ക് ചെയ്യുക, അവർക്ക് നല്ല ക്വസ്റ്റ്യൻസ് കണ്ടെത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് കുട്ടികളെ നമ്മൾ അസസ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അങ്ങനെ ഒരു ഗൈഡ് പോലെയാണ് ടീച്ചേഴ്സ് ആക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു പ്രൊജക്റ്റ് ബേസ്ഡ് ലേണിങ്ങിലൂടെ കുട്ടികൾ പ്രോബ്ലം സോൾവിങ് പഠിക്കും, അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കും, ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ കുറിച്ച് പഠിക്കും, ഡിഫറെൻ്റ് ആളുകളായിട്ട് എങ്ങനെ കൊളാബറേറ്റ് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, ഒരു സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരുപാട് ലേണിംഗ് സ്കിൽസും ഇതിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ പ്രസൻറ്റേഷൻ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു കുട്ടിക്ക് ഒരു പ്രൊജക്റ്റ് മെത്തേഡിലൂടെ കിട്ടുന്നുണ്ട്. ഇനി ഒരു പ്രൊജക്റ്റിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആ കുട്ടി എത്രത്തോളം ആ ടോപ്പിക്കിന് സിമിലറായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, എത്രത്തോളം ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം പ്രൊജക്റ്റിൻ്റെ ഇൻപുട്സിൽ ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്, റിസൾട്ടിൽ നമ്മൾ ടീം മെമ്പേഴ്സ് സാറ്റിസ്ഫൈഡ് ആണോ, അതുപോലെ തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പ്രൊജക്റ്റിൻ്റെ ഇവാലുവേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൊജക്റ്റ് ബേസ്ഡ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞു അല്ലേ. അതായത് കുട്ടികൾക്ക് എന്താണ് ഇത് നമ്മളധികം ഗ്രൂപ്പ് വർക്ക്സ് ആയിട്ടാണല്ലോ സ്കൂളിൽ കൊടുക്കുക. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അത് ടേക്ക് കെയർ ചെയ്യാനൊക്കെ കുട്ടികൾ പഠിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു വർക്ക് ഹാബിറ്റ്സ് ഉണ്ടാവാനും നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാനും കുറച്ചുകൂടി നല്ല രീതിയിൽ ഡീപ്പ് നോളേജ് ഉണ്ടാവാനും ഒക്കെ ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രൊജക്റ്റ് മെത്തേഡ് നമ്മൾ എന്തെങ്കിലും ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആണ് കൊടുക്കുക. ഇപ്പം ചില സമയത്ത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് നാട്ടിലുള്ള വെള്ളത്തിൻ്റെ സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ, ഇതാണ് ഒരു ടോപ്പിക്കെങ്കിൽ നമ്മളപ്പോൾ ഓരോ വീടുകളും കയറി ഇറങ്ങി അവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ, അവർ യൂസ് ചെയ്യുന്ന വാട്ടർ റിസോഴ്സസ് എന്താണ്, അത് ഏത് മാസം മുതൽ ഏത് മാസം വരെയാണ് അതിൽ വെള്ളം കുറയുന്നത്, ആ സമയത്ത് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യണം അല്ലേ. അപ്പോൾ റിയൽ ലൈഫ്, അതായത് നമ്മൾ നേരിട്ട് നമ്മുടെ ഓരോരോ വീട്ടിൽ കയറി ഇറങ്ങി നമ്മൾ ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കി അവരോട് ക്വസ്റ്റ്യൻ ചോദിച്ച് ഡാറ്റ കളക്ട് ചെയ്യേണ്ടതുണ്ട്. സോ അപ്പോൾ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസും കൂടിയാണ് അവർക്ക് കിട്ടുന്നത്. അപ്പം എങ്ങനെ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സോഷ്യൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് ഒരു അവയർനെസ് കിട്ടും. സോ അതൊക്കെയാണ് പ്രൊജക്റ്റ് മെത്തേഡിൽ പറയാനുള്ളത്. സോ നെക്സ്റ്റ് ഈസ് സെമിനാർ. സെമിനാർ എന്ന് വെച്ചാൽ ഒരു ലാറ്റിൻ വേർഡായിട്ടുള്ള സെമിനാരിയത്തിൽ നിന്നാണ് സെമിനാർ, സീഡ് പ്ലോട്ട് എന്നാണ് സെമിനാറിൻ്റെ ഒരു നെയിമിൻ്റെ മീനിങ് വരുന്നത്. സോ ഇപ്പോൾ ഇവിടെ നമ്മളെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു അക്കാദമിക് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടാണ് സെമിനാർസ് കൊടുക്കുക അല്ലേ. അത് ക്ലാസ് ഗ്രൂപ്പ്സ് വർക്ക്സ് ആയിട്ടോ ഒക്കെയാണ് സെമിനാർസ് കൊടുക്കുന്നത്. അപ്പോൾ അതിലെന്താണ് ഓരോ മെമ്പറുടെയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷന് കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കായിരിക്കും ഒരു ടീച്ചർ സെമിനാർ കൊടുക്കുക. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണം, ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു, ഔട്ട് ഓഫ് ദ സിലബസ് കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ആ കുട്ടി അതിനെക്കുറിച്ച് ഡിഫറെൻറ്റ് സോഴ്സസ് നിന്ന് കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, അതിനെ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അതിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. കുട്ടികളുടെ പ്രസൻറ്റേഷൻ സ്കിൽസ് കാര്യങ്ങളൊക്കെ ആ സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ടീച്ചേഴ്സ് ഇതിനൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യണം. അവർക്ക് ആവശ്യമായിട്ടുള്ള കൊടുക്കുക, അവർ കണ്ടുപിടിച്ച ഡാറ്റാസ് കറക്റ്റാണോ നോക്കുക, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അതൊക്കെയാണ് ടീച്ചേഴ്സ് ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു സെമിനാർ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള സ്കിൽ എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ ടോപ്പിക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു ഇതാണ് എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും സ്റ്റോറീസ് ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്ത പ്രീവിയസ് നോളജ് ബേസ് ചെയ്തിട്ടോ ത്രൂ എക്സ്പെരിമെൻറ്റിലൂടെയോ അങ്ങനെയൊക്കെ ഒരു ടോപ്പിക്കിനെ പ്രസൻറ്റ് ചെയ്യാം, ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പ്രസൻറ്റേഷൻ വായിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സൗണ്ട് വേണം, ഓഡിയൻസായിട്ട് നല്ലൊരു ഐ കോണ്ടാക്റ്റ് വേണം. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ജെസ്റ്റേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കൈയുടെ മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ നമ്മളൊരു പ്രസൻറ്റേഷൻ എങ്ങനെ ഡെലിവർ ചെയ്യുന്നു,
അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് കാര്യങ്ങൾ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെമിനാർസിൽ ഒരാൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആഫ്റ്റർ ദ പ്രസൻറ്റേഷൻ നമ്മളതിനെ കൺക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ചോദിക്കണം. സോ അപ്പോൾ അതും ക്ലിയർ ചെയ്യുന്നതോട് കൂടിയിട്ടാണ് നമ്മളിതിൻ്റെ ഒരു ഇവാലുവേഷൻ, സെമിനാറിൻ്റെ ഇവാലുവേഷൻ അത് ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് കുട്ടികൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ സൗണ്ട്, അവരുടെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ, അതുപോലെ തന്നെ കുട്ടികൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അതുപോലെ എങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസിന് എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റുന്നു, അവരുടെ കോൺഫിഡൻസ്, ഇതൊക്കെ നോക്കിയിട്ടാണ് സെമിനാറിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ സെമിനാർസ് കൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലേ. അതായത് കുട്ടികൾക്ക് ഒരു നല്ല നോളേജ് കിട്ടാനും, അതുപോലെ തന്നെ അവരുടെ പ്രസൻറ്റേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ആവാനും, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് നോളേജ് കിട്ടാനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളിപ്പം പരസ്പരം ഒരു ഗ്രൂപ്പ് സെമിനാർസൊക്കെ ആണെങ്കിൽ അവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാനും, ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും, നല്ല രീതിയിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനും, അതുപോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് രീതിയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനും, ഒരു ഡീപ്പ് നോളേജ് ഉണ്ടാവാനൊക്കെ സെമിനാർസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെമിനാർസ് എന്നുള്ള രീതിയിൽ പറയാം. നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അസൈൻമെൻറ്റ് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കുന്ന വർക്ക്സ് ആണല്ലേ. അത് നമുക്ക് ഹോം അസൈൻമെൻറ്റും ഉണ്ട്, സ്കൂൾ അസൈൻമെൻറ്റും ഉണ്ട്. അസൈൻമെൻറ്റ് ആക്ച്വലി ഹോം വർക്കിൻ്റെ തന്നെ വേറൊരു പേരാണ് കേട്ടോ അസൈൻമെൻറ്റ്. അപ്പോൾ കുട്ടികൾക്ക് അധികം ഒരു ഇൻഡിപെൻഡൻറ്റ് വർക്കിനെ അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസൈൻമെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ടീച്ചർ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും അത് റിലേറ്റ് ചെയ്തൊരു വർക്ക് കൊടുക്കുന്നതാണ് അസൈൻമെൻറ്റ്. അത് ഹോം വർക്ക് പോലെ ഹോം അസൈൻമെൻറ്റും ഉണ്ട്, സ്കൂളിൽ നിന്ന് ചെയ്യാനുള്ള സ്കൂൾ അസൈൻമെൻറ്റും ഉണ്ട്. അപ്പോൾ ഒരു അസൈൻമെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു ടീച്ചർ എന്ത് ടോപ്പിക്കാണോ എടുത്തത് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള അസൈൻമെൻറ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അസൈൻമെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അത് വളരെ ക്ലിയർ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. അതുപോലെ തന്നെ ടോപ്പിക്കിൽ എന്ത് ഒബ്ജക്റ്റീവാണോ ടീച്ചർ ഉദ്ദേശിച്ചത് അത് അച്ചീവ് ചെയ്യുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ കുട്ടികളുടെ എബിലിറ്റിയും ഇൻട്രസ്റ്റിനെയും ഒക്കെ സ്യൂട്ടാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഭയങ്കര ഈസി ആവരുത്, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കരുത്. അപ്പോൾ ആ ഒരു ഇപ്പോൾ ടീച്ചർ അന്ന് എടുത്തൊരു ടോപ്പിക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന പോലത്തെ ക്വസ്റ്റ്യൻസാണ് അസൈൻമെൻറ്റിൽ കൊടുക്കേണ്ടത്. അതൊക്കെയാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഇനി നമ്മൾ ഈ ഒരു ഹോംവർക്ക് അല്ലെങ്കിൽ അസൈൻമെൻറ്റിൻ്റെ മെറിറ്റ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ സബ്ജക്റ്റ് നോളേജ് കിട്ടാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അതായത് പലപ്പോഴും കുട്ടികൾ എന്താണ് ഇപ്പോൾ സ്കൂളിൽ നിന്നൊരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അന്ന് ഹോംവർക്കൊന്നും ഇല്ലെങ്കിൽ ആ ബുക്ക് എടുത്ത് നോക്കൂല അല്ലേ. പക്ഷെ ഹോംവർക്ക് ഉണ്ടെങ്കിൽ പിന്നെയും ആ ഒരു കോൺസെപ്റ്റ് നോക്കിയിട്ട് അത് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ കുട്ടികൾ എന്താണ് ഒന്നുകൂടെ ആ ഒരു സബ്ജക്റ്റിനെ റിവൈസ് ചെയ്യാനും, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആ ഒരു പ്രോബ്ലം ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ഒരു മാത്തമാറ്റിക്കൽ ലോയോ ഫോർമുലയോ ഒക്കെ മനസ്സിലാക്കാനും മെമ്മറൈസ് ചെയ്യാനൊക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്നും ഹോംവർക്ക് കൊടുത്താൽ റെഗുലർലി ബുക്സ് എടുത്ത് പഠിക്കുന്ന ഒരു സ്വഭാവം കുട്ടികളിൽ ഹാബിറ്റ് ഫോം ചെയ്ത് വരും. അതുപോലെ തന്നെ കുട്ടികളിപ്പം വീട്ടിലൊക്കെ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ അവർ ഒറ്റയ്ക്കൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനൊക്കെ പഠിക്കും. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആൻസർ ചെയ്യുന്നതോടുകൂടി കുട്ടികൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവാനും ആ ഒരു സബ്ജക്ട്സിനോട് ഭയങ്കര ഇഷ്ടം ഉണ്ടാവാനും ഡെയിലി അത് പഠിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് വളരെ ഇപ്പോൾ സ്ലോ ലേണേഴ്സിനും ഗിഫ്റ്റഡ് ലേണേഴ്സിനൊക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് അവർ ചിലപ്പോൾ ഒരു കാര്യം വീണ്ടും വീണ്ടും പഠിച്ചാലായിരിക്കും അവർക്ക് മനസ്സിലാവുന്നത്. അപ്പം ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്ന സമയത്ത് സെയിം ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്കതിൻ്റെ ഒരു മെറിറ്റ്സിൽ പറയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരു ഹോം അസൈൻമെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഹോം അസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഇൻട്രസ്റ്റിങ്ങും ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൊടുക്കുക. പക്ഷേ ഭയങ്കര വൈഡായിട്ടുള്ള തിങ്കിങ്ങോ അല്ലെങ്കിൽ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടോ അതിൽ ഇൻക്ലൂഡ് ചെയ്യരുത്. അതായത് കുട്ടികൾക്ക് ഒരിക്കലും ബോറടിക്കരുത്. അവർക്ക് ചിന്തിച്ചാൽ ആൻസർ കിട്ടുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് കൊടുക്കാം. അതുപോലെ തന്നെ കുട്ടികളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചും ക്വസ്റ്റ്യൻസ് മാറ്റി കൊടുക്കാം. അതായത് ഇപ്പോൾ നല്ല ലേൺ ഡിഫിക്കൽട്ടി ഉള്ള കുട്ടിക്ക് സിമ്പിളായിട്ടുള്ള വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് കൊടുക്കാം. ഭയങ്കര എക്സ്ട്രോണറി ആയ കുട്ടിക്ക് കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസും കൊടുക്കാം. പക്ഷെ പൊതുവായിട്ട് കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഭയങ്കര ഈസിയോ ഭയങ്കര സിമ്പിളോ ഭയങ്കര ഡിഫിക്കൽട്ടിയൊന്നും ആവരുത്. അതുപോലെ തന്നെ നമ്മളന്ന് പഠിപ്പിച്ച ടോപ്പിക്കിന് അണ്ടറിലുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, റെഗുലർലി ആൻസേഴ്സ് ചെയ്തിട്ടുണ്ടോ, ആൻസേഴ്സ് ചെക്ക് ചെയ്യണം. കുട്ടികൾക്ക് റീഇൻഫോഴ്സ്മെൻറ്റോ അപ്രീസിയേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. എങ്കിൽ മാത്രമേ കുട്ടികൾ റെഗുലർലി അത് ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ നമ്മൾ പറയുന്ന ഒന്നാണ് പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത്. സോ പോർട്ട്ഫോളിയോസ് നമുക്കറിയാം കുട്ടികളെ കുറിച്ചിട്ട്
അവരുടെ ആക്ടിവിറ്റീസ് കാര്യങ്ങളെയൊക്കെ റെക്കോർഡ് ചെയ്യുന്നതാണ് പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ പോർട്ട്ഫോളിയോസ് സ്റ്റുഡൻസ് വർക്കിനെ എക്സിബിറ്റ് ചെയ്യുന്ന അവരുടെ എഫേർട്സ്, പ്രോഗ്രസ്, അച്ചീവ്മെൻറ്റ്, അത് ഏതൊക്കെ ഡിഫറെൻറ്റ് ഏരിയാസിലുള്ള അവരുടെ അച്ചീവ്മെൻറ്റ്, പ്രോഗ്രസ് കാര്യങ്ങളൊക്കെയാണ് പോർട്ട്ഫോളിയോയിൽ കളക്ട് ചെയ്യുന്നത്. അപ്പം ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പോർട്ട്ഫോളിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോസ് ഉണ്ട്. ഇപ്പം ഐഡിയൽ പോർട്ട്ഫോളിയോസ് എന്ന് വെച്ചാൽ സ്റ്റുഡൻസിൻ്റെ എല്ലാ വർക്ക്സും വെക്കുന്നതാണ് ഐഡിയൽ പോർട്ട്ഫോളിയോ. കുട്ടിയുടെ എല്ലാ മാർക്ക്, ഗ്രേഡ്, ഏത് കരിക്കുലർ ആക്ടിവിറ്റി, കോ കരിക്കുലർ ആക്ടിവിറ്റിയിലൊക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെ ചെയ്യുന്നതാണ് ഐഡിയൽ പോർട്ട്ഫോളിയോ. എന്നാൽ ഷോക്കേസ് പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ കുട്ടിയുടെ ഏറ്റവും ബെസ്റ്റ് വർക്ക്, ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രൈസ് കിട്ടിയ വർക്ക്, അങ്ങനത്തെയൊക്കെ ബെസ്റ്റ് വർക്ക് മാത്രമാണ് ഷോക്കേസിൽ വെക്കുന്നത്, ഷോക്കേസ് പോർട്ട്ഫോളിയോയിൽ വെക്കുന്നത്. നമ്മളും അങ്ങനെയല്ലേ, വീട്ടിലെ ഷോക്കേസിൽ എന്താ വെക്കുക, ഏറ്റവും നല്ല സാധനങ്ങളാണല്ലോ നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല മൊമെൻറ്റോസ് കാര്യങ്ങളാണ് വെക്കുക അല്ലേ. സോ അപ്പം ഷോക്കേസ് പോർട്ട്ഫോളിയോയിലും അങ്ങനെ തന്നെയാണ്. ദെൻ ഡോക്യുമെൻറ്റേഷൻ പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ കുട്ടികളുടെ ഗ്രോത്ത്, ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്യുമെൻറ്റേഷൻ പോർട്ട്ഫോളിയോ ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ അങ്ങനത്തെ വർക്ക്സാണ് അതിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവാലുവേഷൻ പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡൈസ്ഡ് കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് വർക്ക്സ് ആണ്. അതായത് ടീച്ചേഴ്സ് എന്ത് ചെയ്യുക, സ്റ്റുഡൻസിൻ്റെ സ്റ്റാൻഡേർഡൈസ്ഡ് വർക്ക്സ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇവാലുവേഷൻ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. അതായത് കുട്ടികളുടെ ഗ്രേഡിങ് കാര്യങ്ങൾ, കുട്ടികളുടെ മാർക്ക് ഷീറ്റ് കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇവാലുവേഷൻ പോർട്ട്ഫോളിയോയിൽ പറയാം. ഇനി ക്ലാസ് പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ കുട്ടികളുടെ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ക്ലാസ് റൂമിലെ കുട്ടികളുടെ നല്ല കാര്യങ്ങൾ, ഇതൊക്കെയാണ് ക്ലാസ് പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം ഈ ഒരു പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ കുട്ടിയെക്കുറിച്ചും ഒരു നോളേജ് കിട്ടും. കുട്ടിയുടെ ഇൻട്രസ്റ്റ് ഏരിയ ഏതാണ്, കുട്ടിയുടെ സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, അപ്പം ആ രീതിയിലൊക്കെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ അവരുടെ മെഡിക്കൽ കണ്ടീഷൻ, പാരൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, അവരുടെ ബയോഡാറ്റ, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഇതിനെക്കുറിച്ചിട്ടുള്ളൊക്കെ ഇൻഫർമേഷൻസ് ഒരു കുട്ടിയുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ ആകുമ്പോൾ ഈസി ആയിട്ട് ടീച്ചേഴ്സിന് എന്ത് ചെയ്യും, പാരൻസായിട്ടും സ്റ്റുഡൻസായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ്, എന്തെങ്കിലും ആറ്റിറ്റ്യൂഡിൽ ഇഷ്യൂസ് ഉള്ള കുട്ടിയാണെങ്കിൽ അതൊക്കെ അതിൽ ഉണ്ടായിരിക്കും. സോ അപ്പോൾ അത് കുറച്ചുകൂടി കുട്ടികളെ മനസ്സിലാക്കാനൊക്കെ കുറച്ചുകൂടി ഈസിയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ബേസ് ചെയ്ത് നമ്മൾ ഗ്രേഡിങ് കൊടുക്കണം അല്ലേ. അപ്പോൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രേഡിങ് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രേഡിങ്ങിന് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ഗ്രേഡിങ് എന്നുള്ളൊരു കാര്യം കൊണ്ടുവന്നിട്ടുള്ളത് 1972 യൂണിവേഴ്സിറ്റി ഓഫ് കാംബ്രിഡ്ജിലാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രേഡിംഗ് സിസ്റ്റം നമുക്കറിയാമല്ലോ, 100ൽ വരുന്ന, ഇപ്പോൾ 91 to 100 A1 അല്ലെങ്കിൽ 81 to 98 എന്നുള്ള പോലെ. അപ്പോൾ നിങ്ങളവിടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഗ്രേഡിംഗ് സിസ്റ്റം, അത് സ്റ്റേറ്റ് ലെവലോ CBSE ലെവലോ ഏതെങ്കിലും ഒരു ഗ്രേഡിംഗ് സിസ്റ്റം നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഗ്രേഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളെ കമ്പയർ ചെയ്യാനും കുട്ടികൾ നെക്സ്റ്റ് ലെവലിലേക്ക് പാസ് ഓർ ഫെയിൽ എന്നുള്ള രീതിയിൽ നോക്കാനൊക്കെ ഗ്രേഡിംഗ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഗ്രേഡിംഗ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ന്യൂമറിക്കൽ അനാലിസിസ് തന്നെയാണ് ഗ്രേഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു ഗ്രേഡിംഗ് എന്ന് വരുന്ന സമയത്ത്, ഇപ്പോൾ മാർക്കും ഗ്രേഡും വെച്ച് നോക്കുന്ന സമയത്ത്, ഇപ്പോൾ ഒരു കുട്ടിക്ക് 90 കിട്ടിയാലും A+ ആയിരിക്കും, 100 കിട്ടിയാലും A+ ആയിരിക്കും അല്ലേ. പക്ഷേ കുട്ടികൾ അറിയുന്നില്ല അവർക്ക് എത്ര മാർക്കാണ് കിട്ടിയത്. അപ്പോൾ കുട്ടികളെ ആ ഒരു പ്രഷർ കുറക്കാനും കൂടുതൽ കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടാനും ഈ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുട്ടികളുടെ ഇടയിലുള്ള ആ ഒരു പ്രഷർ കുറക്കാനും അതുപോലെ തന്നെ കുട്ടികൾ പരസ്പരം ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാർക്ക് ബേസ്ഡ് ആണെങ്കിൽ കുറച്ചുകൂടി കോമ്പറ്റീഷൻ കൂടുമല്ലേ. പക്ഷേ ഗ്രേഡിംഗ് വരുന്ന സമയത്ത് കൂടുതൽ കുട്ടികൾക്ക് നല്ല ഗ്രേഡ് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് കോമ്പറ്റീഷൻ കാര്യങ്ങൾ കുറയാനും എല്ലാവരും പരസ്പരം ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉള്ള മെൻറ്റാലിറ്റി കൂടാനൊക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഗ്രേഡിംഗ് സിസ്റ്റം വന്നുകൊണ്ട് കൂടുതൽ കുട്ടികൾ പാസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഇയർ വേസ്റ്റ് ആവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കതിൽ മെയിനായിട്ട് പറയാനുള്ളത് കേട്ടോ. സോ അപ്പോൾ ഗ്രേഡിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഇതിൽ ലാസ്റ്റ് പറയുന്ന ഒരു അസസ്മെൻറ്റ് എന്നുള്ളതാണ്. അത് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചത് തന്നെയാണ്. അപ്പോൾ അതിവിടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ ബേസ് ചെയ്ത് നോക്കിയാൽ മതി.